കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ പല എപ്പിസോഡിലും പല വിധത്തിലുള്ള മരണ നക്ഷത്രങ്ങളെക്കുറിച്ച്, അതിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചൊക്കെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പലരും പലയിടത്തു നിന്നായിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു നക്ഷത്രത്തിൽ മരണം ഉണ്ടായാൽ അതിനോടടുപ്പിച്ച് അടുത്തടുത്ത അതേ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അനിമ നക്ഷത്രത്തിൽ തന്നെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ചെയ്ത പ്രതിവിധികൾ ശരിയല്ലാഞ്ഞിട്ടാണോ? നമ്മൾ പറയാനുള്ളത്, വൃത്തിയായിട്ട് ചെയ്യുന്നവരെ കൊണ്ട് വേണം നമ്മളത് ചെയ്യിപ്പിക്കാനായിട്ട്, എന്ത് കർമ്മമായാലും. ഇപ്പം ഒരു വഴിപാട് പോലെ ആയിട്ടുണ്ട് പലയിടത്തും പൂജ കാര്യങ്ങൾ. ചിലയിടത്താണെങ്കിൽ ഇത് പറഞ്ഞ മുല്ലച്യുതിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കാര്യമാണ്. അപ്പം അത് അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാളിനെ കൊണ്ട് വേണം നമ്മളത് ചെയ്യിപ്പിക്കാൻ. കർമ്മത്തിൽ പിഴവുകളോ കുറവുകളോ വന്നാൽ ഈ പറഞ്ഞ പോലെ അടുത്ത മരണദോഷങ്ങൾക്ക് അടുത്ത മരണങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരും. പ്രത്യേകിച്ച് ആ നക്ഷത്രങ്ങളിൽ തന്നെ ഉണ്ടായി എന്ന് വരും. പിന്നെ നമ്മൾ ഒരു മരണം ഉണ്ടായി, നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല, അതിനെപ്പറ്റി നോക്കുന്നില്ല. പിന്നീട് ചിലപ്പോൾ അതേ നക്ഷത്രങ്ങൾ മരണം ആവർത്തിച്ചു എന്ന് വരാം. നേരത്തെ ദോഷങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ പറയാം. അതിനകത്ത് വസുപഞ്ചക ദോഷം എന്ന് പറഞ്ഞ ദോഷമുണ്ട്. അപ്പം അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിട്ടം ഉത്തരാർത്ഥം വരുന്നുണ്ട്. ചതയം, പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ വിധി അനുസരിച്ചാണ് നമ്മൾ ചെയ്യാൻ കാര്യങ്ങൾ. വസുപഞ്ചക ദോഷം അത് തന്നെ വേറെ പല പ്രമാണങ്ങളിലും പല ജ്യോതിഷ പുസ്തകങ്ങളും പറയുന്നുണ്ട്. പഞ്ചകം 5 മരണങ്ങൾ വരെ സംഭവിക്കാവുന്ന ഒരു ദോഷമാണെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനെ ചെറിയ പുല്ലിൽ ആവാഹിച്ച് കരിച്ചു കളയുന്ന സമ്പ്രദായങ്ങൾ ചെറിയ ലഘുവായിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ പിണ്ണനൂല് ദോഷമാണ്. പിണ്ണനൂല് ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃക്കേട്ട, കാർത്തികം, പൂരം, പൂരാടം, പൂരുട്ടാതി, ഭരണി, ആയില്യം, തിരുവാതിര, ചോതി ഈ നക്ഷത്രങ്ങൾ മുതലായി കഴിഞ്ഞാൽ സുഹൃതക്ഷയം, കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് കിട്ടാതെ വരുന്ന അവസ്ഥകൾ ആയിട്ട് പറയപ്പെടുന്നുണ്ട്. ബലിയിട്ടവർക്ക് ദോഷങ്ങൾ, അപകടങ്ങൾ, മഹാവ്യാധികൾ ബാധിക്കാനുള്ള അവസ്ഥകളും പറയുന്നുണ്ട്. അടുത്തത് കരിനാൾ ദോഷം എന്ന് പറഞ്ഞ ദോഷമുണ്ട്. അത് നമുക്ക് പഞ്ചാംഗം നോക്കുമ്പോഴത്തേക്കും അതിനെപ്പറ്റി അറിയാൻ പറ്റും. പിന്നീടുള്ളത് ബലിനക്ഷത്ര ദോഷമാണ്. ബലിനക്ഷത്ര ദോഷം എന്ന് പറയുമ്പോൾ സ്ഥിരരാശിയിലെ പുണർതം, വിശാഖം, രേവതി, ചിത്തിര, രോഹിണി, കാർത്തിക, അത്തം, തിരുവാതിര, തൃക്കേട്ട, അവിട്ടം എന്നീ നാളുകൾ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകമായിട്ട് ഒരു മരണം കൂടി ഉണ്ടാവാം എന്നാണ് പറയുന്നത്. അത് 16 ദിവസമാണ് സാധാരണ എല്ലാവർക്കും പോലെ പറയുന്നത്. 16 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് നോക്കിയിട്ട് ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ വല്ലതും ആണോ മരിച്ചതെന്ന് നോക്കിയിട്ട് അതിന് പല വിധത്തിലുള്ള പ്രതിവിധികൾ പറയുന്നുണ്ട്. അതിന് സാധാരണ മൃത്യുഞ്ജയവും പറയുന്നുണ്ട്, സാധാരണ ഗണപതി പറയുന്നുണ്ട്, മഹാമൃത്യുഞ്ജയ ഹോമം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, സുഹൃത ഹോമം, യമരാജ ഹോമം, പരദേവതാ പൂജ, ഇങ്ങനെയുള്ള പല ക്രിയകളും ചെയ്ത് ഈ പറഞ്ഞ ദോഷങ്ങളെ അതാത് രൂപങ്ങളിലേക്ക്, ചില ദോഷങ്ങളെ യമരാജ പ്രതിമയിൽ ആവാഹിക്കും, ചില ദോഷങ്ങളെ കറുത്ത പട്ട്, കറുത്ത എള്ള്, ഇരുമ്പ് തൃശൂല, ചിലതിന് ശിവപ്രതിമയിൽ, ചിലതിന് കിരാത പ്രതിമയിൽ, അങ്ങനെ പല പ്രതിമകളിൽ ഇത് ആവാഹിച്ച് നമുക്ക് ശിവക്ഷേത്രത്തിൽ വഴിപാടുള്ള സമർപ്പിച്ച് ഒരു വർഷക്കാലത്തേക്ക് പുലയുള്ളവർ പേരിൽ വഴിപാടുകൾ പറയുന്നുണ്ട്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി പറയുന്നുണ്ട്, മൃത്യുഞ്ജയ അർച്ചന പറയുന്നുണ്ട്, കൂവളമാല, പിൻവിളക്ക്, അങ്ങനെ പല വഴിപാടുകൾ പറയുന്നുണ്ട്. ഇതൊക്കെ ജ്യോതിഷ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ മരണം സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ അനുജന്മ നക്ഷത്രം അല്ലെ ഈ നക്ഷത്രങ്ങളിൽ തന്നെ മരണം നമ്മൾ ആവർത്തിക്കുകയാണ്, തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരാൾ മരിച്ചു, ആ ഒരു വിടവ് നികന്നു വരുന്നതിന് മുമ്പായിട്ട് അടുത്തടുത്ത മരണങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് പിന്നെയും നമുക്ക് ആശങ്കയായാലും ഭയമായാലും നമുക്കുണ്ടാകുന്ന സന്തോഷത്തിനെയും ഒക്കെ നമുക്കത് ബാധിക്കും. അപ്പം അത് ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. നമുക്ക് അറിയാവുന്നവർക്കായാൽ പോലും ഇങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ദോഷങ്ങളുണ്ട്, അടുത്ത മരണങ്ങൾ സംഭവിക്കുക എന്നുള്ള അവസ്ഥ ചേർക്ക് അറിയില്ല. അപ്പം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ട അവലോകനങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട അറിവുകൾ കൊടുത്ത് അവരെ കൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അപ്പം ഇങ്ങനെയുള്ള അടുത്തടുത്ത മരണങ്ങൾ വീട്ടിൽ ഉണ്ടാവുമ്പോൾ അതിനെ കൈയും കെട്ടി നോക്കിയിരിക്കാതെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. 16 കഴിഞ്ഞ് 41 ഇതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.